ഗെയ്സ്, കേരള ബ്ലാസ്റ്റേഴ്സ് അങ്ങനെ ഒരു നിർണായക സൈനിങ് നടത്തുന്നു. സൈനിങ് എന്ന് പറയുമ്പോൾ അതൊരു പ്ലെയർ സൈനിങ് ആണെന്ന് വിചാരിക്കും. പ്ലെയർ സൈനിങ് അല്ല. നിങ്ങളെല്ലാം അറിഞ്ഞതുപോലെ കേരള ബ്ലാസ്റ്റേഴ്സ് ഒഫീഷ്യലി അനൗൺസ് ചെയ്തതുപോലെ സ്ട്രെങ്ത് ആൻഡ് കണ്ടീഷനിങ് കോച്ച് എന്ന നിലയിൽ ഒരാൾ വരുന്നു. അലക്സ് മൊയ്റ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്പാനിഷ് കോച്ചിനെയാണ് ബ്ലാസ്റ്റേഴ്സ് എത്തിക്കുന്നത്. എന്തുകൊണ്ട് നിർണായകം എന്ന് പറയാനുള്ള കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാലോ, കഴിഞ്ഞ കുറച്ചധികം സീസണുകളായിട്ട് ഇഞ്ചുറി പ്രശ്നങ്ങൾ വല്ലാണ്ട് വലച്ചിട്ടുള്ളൊരു ടീമാണ്. അപ്പോൾ അവിടേക്കാണ് ഈ 29കാരനായിട്ടുള്ള അലക്സ് മൊയ്റ എത്തുന്നത്. ഇപ്പോൾ ഇഞ്ചുറി പ്രിവെൻഷൻ, കണ്ടീഷനിങ്, സ്ട്രെങ്ത് ബിൽഡിംഗ് ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെയാണല്ലോ ഇപ്പം സ്ട്രെങ്ത് ആൻഡ് കണ്ടീഷനിങ് കോച്ച് അല്ലെ ഫിറ്റ്നസ് കോച്ച് എന്ന് പറയുന്ന ലെവലിൽ വരുന്നവരുടെ ഒരു ഡ്യൂട്ടി. അപ്പം ഇദ്ദേഹത്തിൻ്റെ ഒരു എക്സ്പീരിയൻസ് ഇപ്പോൾ റീസെൻ്റ്ലി ഒക്കെ ഒരു ഏഷ്യയിൽ തന്നെ നല്ല ലെവലിൽ വർക്ക് ചെയ്തിട്ടുണ്ട് എന്ന് പറയുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. പറഞ്ഞാൽ 29 വയസ്സേ ആയിട്ടുള്ളൂ, അധികം പ്രായമല്ല ഒരു കോച്ചിനെ സംബന്ധിച്ച് നോക്കുന്നൊരു സാഹചര്യത്തിൽ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു കരിയറിൻ്റെ ഒരു ഇനിഷ്യൽ സ്റ്റേജിൽ CD ബെനഫ എന്ന് പറഞ്ഞിട്ടുള്ള സ്പാനിഷ് 5th ടയർ ക്ലബ്ബിൽ ഒരു ഫിറ്റ്നസ് കോച്ചായിട്ട് 2019 മുതൽ 2023 വരെയുള്ള ഒരു കാലയളവിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം 2022-23 അൽ വക്കറ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഖത്തർ സ്റ്റാർസ് ലീഗ് ക്ലബ്ബിൽ അദ്ദേഹം പറഞ്ഞ പോലെ സ്ട്രെങ്ത് ആൻഡ് കണ്ടീഷനിങ് കോച്ച് എന്ന നിലയിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. അവിടെ ഖത്തർ കപ്പ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഡൊമസ്റ്റിക് കപ്പ് വിൻ ചെയ്ത് ടീമിൻ്റെ ഭാഗം കൂടിയായിരുന്നു ഇദ്ദേഹം എന്നുള്ളതാണ്. ഏറ്റവും ഒടുവിലാണ് അദ്ദേഹം ഖത്തർ നാഷണൽ ടീമിൻ്റെ ഒരുവിലേക്ക് എത്തുന്നത്. അവിടെ അദ്ദേഹത്തിന് AFC ഏഷ്യൻ കപ്പ് വിൻ ചെയ്യുന്ന ഖത്തർ ടീമിൻ്റെ ഭാഗമായിട്ട് നിൽക്കാൻ സാധിച്ചു എന്നുള്ളതാണ്. പക്ഷേ ഇതിനകത്ത് ഞാൻ മനസ്സിലാക്കുന്ന ഒരു കാര്യം, ഇപ്പം വെബ്സൈറ്റ്സിലൊക്കെ നോക്കുന്ന സമയത്ത് ഖത്തറിൻ്റെ ഒരു ഫിറ്റ്നസ് കോച്ച് എന്ന നിലയിൽ വർക്ക് ചെയ്തു എന്നുള്ളതാണ്. പക്ഷേ അദ്ദേഹത്തിന് തന്നെ പ്രൊഫൈൽ കൊടുത്തിരിക്കുന്നത് ഖത്തറിൻ്റെ അസിസ്റ്റൻറ്റ് ഫിറ്റ്നസ് കോച്ച് എന്ന ലെവലിലാണ് അദ്ദേഹം വർക്ക് ചെയ്തിട്ടുള്ളത് എന്നുള്ളതാണ്. അതൊരു കാര്യം, എഡ്ഗർ മെൻഡിസ് എന്ന് പറഞ്ഞിട്ടുള്ള ബംഗളൂരു FC മുന്നേറ്റ താരം ഈ ഒരു താരമായിട്ട് ഒരു വർഷത്തെ കൂടിയുള്ള ഒരു കരാർ പുതുക്കുകയാണ്. 35 വയസ്സുകാരനായിട്ടുള്ള ഒരു താരം ഒരു വിങ്ങർ റോളിലും ഒരു സ്ട്രൈക്കർ റോളിലും ഒക്കെ കളിച്ച് നല്ല പെർഫോമൻസ് നടത്തിയിട്ടുള്ള പ്ലെയറാണ്. 27 മത്സരങ്ങളിൽ 9 ഗോളും 4 അസിസ്റ്റുമാണ് അദ്ദേഹത്തിന് കോൺട്രിബ്യൂട്ട് ചെയ്യാനായിട്ട് സാധിച്ചിട്ടുള്ളത്. ഏതാണ്ട് ഉറപ്പായിരുന്നു അദ്ദേഹം ഒരു കരാർ പുതുക്കുന്ന സാഹചര്യത്തിലേക്ക് വരുമെന്നുള്ളത്. എന്താണെങ്കിലും BFC തന്നെ അത് ഒഫീഷ്യലി പുറത്തേക്ക് വിടുന്നു എന്നുള്ളതാണ്. അതുപോലെ മുംബൈ സിറ്റി FC ജോർജ ഡയസ് പെരേര എന്ന് പറഞ്ഞ അർജന്റീൻ സ്ട്രൈക്കറെ വീണ്ടും തിരിച്ചെത്തിക്കുന്നു എന്നുള്ളതാണ്. മുംബൈ സിറ്റി FCയിൽ 2 സീസണുകൾ കളിച്ചിട്ടുള്ള ഒരു പ്ലെയറാണ്. ലാസ്റ്റ് സീസണിലാണ് അദ്ദേഹം ബംഗളൂരു FC പോയിട്ടുണ്ടായിരുന്നത്. ബംഗളൂരു FC ലാസ്റ്റ് സീസണിൽ വലിയൊരു ഗോൾ കോൺട്രിബ്യൂഷൻ നടത്താൻ സാധിച്ചിട്ടില്ല. അപ്പം നോക്കുകയാണെങ്കിൽ 3 ഗോൾ 4 അസിസ്റ്റുമാണ്. അതൊരു വലിയ നമ്പറല്ല. പക്ഷെ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹത്തിന് ഇഞ്ചുറി വന്നിട്ട് കുറേ മത്സരങ്ങൾ പുറത്തിരിക്കേണ്ടി വന്നിട്ടുണ്ട് എന്നുള്ളതാണ്. മുംബൈ സിറ്റി FCക്ക് വേണ്ടി ആകെ 53 മത്സരങ്ങൾ കളിച്ച് 27 ഗോളും 10 അസിസ്റ്റും എന്ന് പറയുന്നത് നല്ല നമ്പറാണ്. അദ്ദേഹത്തെ സംബന്ധിച്ച് നോക്കുമ്പോഴത്തേക്കും ഈ ഒരു സ്റ്റാറ്റ് എന്ന് പറയുന്ന കണക്കുകളൊക്കെ വെച്ച് നോക്കുന്നതിനേക്കാൾ ഏറ്റവും എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് അദ്ദേഹം കളിയിൽ കാണിക്കുന്ന ഒരു ഇൻറ്റൻഷൻ, അദ്ദേഹം ഇടുന്ന കമ്മിറ്റ്മെൻറ്റ്, അദ്ദേഹം എത്ര പ്രസ് ചെയ്യും, ടീമിന് എത്രത്തോളം ഒരു കോൺട്രിബ്യൂഷൻ കൊടുക്കാൻ പറ്റുന്ന ഒരു പ്ലെയറാണ് അദ്ദേഹം. ഒരു 100% കൊടുത്ത് കളിക്കുന്ന ഒരു പ്ലെയർ എന്ന ലെവലിൽ നമ്മളെപ്പോഴും പറയും, ഏതൊരു ടീമും ആഗ്രഹിക്കും ഇങ്ങനത്തെ ഒരു പ്ലെയറെ. ഒരു കാലത്ത് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ഭാഗമായിട്ടിരുന്ന പ്ലെയറാണ്. അതുകൊണ്ട് ആ സമയത്ത് ഒരുപാട് ആരാധകരൊക്കെ ഉണ്ടായിരുന്നു. പിന്നീട് മറ്റ് ക്ലബ്ബുകൾ പോകുമ്പോഴത്തേക്ക് നമുക്ക് ഇറിറ്റേറ്റഡ് ആയിട്ട് തോന്നും, പക്ഷേ സ്വന്തം ടീമിന് ഇഷ്ടപ്പെടുന്ന ഒരു താരമാണ്. അപ്പം ഇഞ്ചറി പ്രശ്നങ്ങളൊന്നും തന്നെ അടുത്ത സീസണിൽ വന്നില്ലെങ്കിൽ പറഞ്ഞാലൊരു ഗ്യാരണ്ടി ഉള്ളൊരു പ്ലെയർ തന്നെയാണ് ഡയാസ് പെരേര എന്നുള്ളതാണ്. സോ ദാറ്റ്സ് ഇറ്റ് ഗൈസ്. അപ്പോൾ ഇത്രയൊക്കെയാണ് നിങ്ങളുടെ ഒപ്പീനിയൻസ് തീർച്ചയായിട്ടും കമ്പോസ് ചെയ്യാൻ പറ്റുക. സെനിങ്ങ.